കാസർഗോഡ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹെഡ്മാസ്റ്ററുടെ അടിയേറ്റ് വിദ്യാർത്ഥിയുടെ കർണപുടം തകർന്ന സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഹെഡ്മാസ്റ്റർ തെറ്റ് സമ്മതിച്ചുവെന്ന് PTA അറിയിച്ചു. അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് സ്കൂളിലേക്ക് വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ് കൃഷ്ണയെ ഹെഡ്മാസ്റ്റർ M. അശോകൻ കരണത്തടിക്കുകയും കുട്ടിയുടെ കർണപുടം തകരുകയും ചെയ്ത സംഭവത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മധുസൂദനനോട് അടിയന്തര റിപ്പോർട്ട് തേടിയത്. ഹെഡ്മാസ്റ്ററോട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിലേക്ക് എത്തിച്ചേരാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സ്കൂളിലെത്തി അഭിനവ് കൃഷ്ണയുടെ മൊഴി രേഖപ്പെടുത്തി. സംസ്ഥാന ബാലാവകാശ കമ്മീഷനും സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിരുന്നു. എന്നാൽ ഹെഡ്മാസ്റ്റർ M. അശോകന് ലക്ഷ്യം തെറ്റിയതാണെന്നും പിശക് പറ്റിയതാണെന്നുമാണ് PTA നിലപാട്. മാഷ് ഒരു കയ്യിൽ മൈക്കുണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റേ കൈ കൊണ്ട് കൈ ഇങ്ങനെ വീശി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ലക്ഷ്യം തെറ്റി ചെവിക്ക് കൊള്ളുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അധ്യാപകനെതിരെ കുട്ടിയുടെ രക്ഷിതാക്കൾ ബേഡകം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസും BJPയും SFIയും സ്കൂളിലേക്ക് മാർച്ച് നടത്തി. KSU യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിനുള്ളിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. അധ്യാപകനെതിരെ നടപടിയെടുക്കുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ തീരുമാനം.